ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും ഞാൻ ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളും ഛഠ് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാപർവ് ആഘോഷിക്കുകയാണ്. എവിടെയാണെങ്കിലും ഉത്സവ അന്തരീക്ഷത്തിലാണുള്ളത്. ഈ സമയത്ത് ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഭോജ്പൂരി ഫിലിമിന്റെ ഒരു വലിയ സ്റ്റാറാണ്. ഇദ്ദേഹം ഒരു സിംഗറാണ്, ആക്ടറാണ്. അഭിനയിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലും ഇറങ്ങിയിരിക്കുകയാണ്. പ്ലീസ് വെൽക്കം ദിനേശ് ലാൽ യാദവ് നിറവ. നിങ്ങളുടെ കയ്യടികൾ നിർത്തേണ്ട, കാരണം നമ്മളിപ്പോൾ ആപ്കി അദാലത്തിൽ വീണ്ടും കാണാൻ പോകുന്നത് മറ്റൊരു സൂപ്പർ സ്റ്റാറിനെയാണ്. ഇദ്ദേഹം ഒരു ഭോജ്പൂരി സിംഗറാണ്, അവധി ഭാഷയിലുള്ള ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ്. ഇന്നത്തെ നമ്മുടെ ജഡ്ജിയാണ്. ഇവരെ ലോക് റാണി എന്നാണ് ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പ്ലീസ് വെൽക്കം മാലിനി അവസ്ഥി. നമുക്ക് ഇന്നത്തെ വിചാരണ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ വിചാരണ ഭോജ്പൂരി ഫിലിമിന്റെ വലിയൊരു സ്റ്റാറായ ദിനേശ് ലാൽ യാദവിനോടാണ്. ഇദ്ദേഹത്തിന്റെ നിരവ എന്നുള്ള പേരാണ് നിങ്ങൾക്കറിയാവുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുവാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം കൂടെ. കാരണം എനിക്ക് നിങ്ങൾ ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നിരിക്കുന്നത്. ഞാൻ ആപ്കി അദാലത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ നാട്ടിലുള്ള ഒരു കഷ്ടപ്പെടുന്ന കർഷകന്റെ മോന് വേണ്ടി ഇങ്ങനെ ഒരു അംഗീകാരമാണ് അവർ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ജന്മം തീർന്നാലും എൻ്റെ കടപ്പാടും നന്ദിയും മാറത്തില്ല നിങ്ങളോട്. ശരി, വരൂ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇദ്ദേഹത്തിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഭോജ്പൂരി പടങ്ങളുടെ സൂപ്പർ സ്റ്റാറായ ദിനേശ് ലാൽ യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് കുസൃതി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. ശ്രീ ദിനേശ് ലാൽ യാദവ്, ഞാനൊരു കാര്യം പറയാം. താങ്കളുടെ കുട്ടിക്കാലത്തുള്ള കഥകളൊക്കെ കുറേയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സിംഗർ ആകണമെന്നായിരുന്നു താങ്കളുടെ ആഗ്രഹം. അത് എങ്ങനെയുള്ള ആഗ്രഹമാണെന്ന് വെച്ചാൽ പശുവിന്റെ പുറത്ത് ഇരുന്നുകൊണ്ട് മണിക്കൂർ കണക്കിന് താങ്കൾ പാടുമെന്ന് കേട്ടു. സത്യമാണ് സാർ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പശുവിൻ്റെ മേത്തിരുന്ന് നല്ലപോലെ പാടിക്കൊണ്ടിരിക്കും ഒരുപാട് സമയം. ആക്ച്വലി എനിക്ക് കൊച്ചു പ്രായം തൊട്ട് കുതിരയുടെ പുറത്തിരിക്കണമെന്ന് അല്ലാത്ത ആഗ്രഹം. അതെന്താണെന്നറിയത്തില്ല, കൊച്ചു പ്രായം തൊട്ട് തന്നെ എനിക്ക് എന്നെ ഒരു രാജാവായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ വീട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു കുതിര പോലും ഇല്ല. എങ്ങനത്തെ രാജാവാണ്? ഞാൻ ഏത് രാജ്യത്തിലാണോ ജനിച്ചത്, കുതിരയില്ലാത്ത രാജാവായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, കുതിരയില്ലെങ്കിൽ എന്താ, എൻ്റെ കയ്യിൽ പശു ഉണ്ടല്ലോ. സോ അതിനെ മേയ്ക്കുന്ന പണിയായിരുന്നു എനിക്ക് കിട്ടിയത്. പശുവിനെയും ആടിനെയും ഒക്കെ മേയ്ക്കുന്ന പണിയായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. സോ പശുവിൻ്റെ പുറത്ത് ഞാൻ ഇരിക്കത്തില്ല, എരുമയുടെ പുറത്തായിരിക്കും ഞാൻ കയറിയിരിക്കുന്നത്. അതായത് ഒരു എരുമയുടെ മേത്ത് കയറിയിരിക്കുന്ന സുഖം തന്നെ വേറെയാണ്, അത് വേറെ ലെവലായിരിക്കും. സോ ഞാൻ പാടും, അതിന്റെ മേത്ത് കയറിയിരുന്ന് പല മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്ന് പാടും. താങ്കളുടെ അച്ഛൻ ആഗ്രഹിച്ചത് താങ്കൾ നന്നായിട്ട് പഠിച്ച് വലിയൊരു ഓഫീസർ ആകണമെന്നായിരുന്നു. അപ്പോ എന്റെ അച്ഛൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാല്, ബാങ്കിലുള്ള ക്യാഷ്യറുടെ അടുത്താണ് ഒരുപാട് പൈസ ഉള്ളതെന്ന് വിചാരിച്ചോണ്ടിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറയുന്നത്, നല്ലപോലെ നീ പഠിച്ചിട്ട് ബാങ്കിലൊരു ക്യാഷ്യർ ആയിട്ട് നീ പണിക്ക് പോകണമെന്നായിരുന്നു. സോ ഞാൻ പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. കൽക്കട്ടയിൽ അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഞാൻ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ആവറേജായിട്ട് ഞാൻ പഠിക്കും. ഇടയ്ക്കിടയ്ക്ക് അടിയും വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇഷ്ടം പോലെ. അടിമേടിച്ചത് എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കരിഷ്മ കപൂറിൻ്റെ വലിയ ഫാനാണ്. അവരുടെ എല്ലാ സിനിമയും ഞാൻ ഒരിക്കലും ഫസ്റ്റ് ഷോ കാണാണ്ടിരുന്നിട്ടില്ല. എന്ന് റിലീസായാലും ശരി, ഒരു വർഷം ശരിക്കും ഞാൻ പോവും. ഒരു വട്ടം ഞാൻ ആർമി ക്യാമ്പിലിരിക്കുന്ന സമയത്ത് പോലും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ. കാരണം ഞാൻ ആ സമയത്ത് NCCയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സ്ഥലത്ത് ക്യാമ്പിനോട്ട് പോയതായിരുന്നു. അന്ന് കരിഷ്മ കപൂറിൻ്റെ സിനിമ റിലീസായതായിട്ട് ഞാൻ അറിഞ്ഞു. അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. ഒരുപക്ഷെ ഞാനെങ്ങാനും ഒന്ന് ആ സിനിമ കാണാണ്ടായ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ റെക്കോർഡ് തന്നെ പൊട്ടിപ്പോയേനെ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോയി പോലും അവരുടെ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ എങ്ങനത്തെ ഒരു ഫാനാന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ ചുമരിലെല്ലാ സൈഡിലും ഞാൻ അവരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത്
ആ പൂജയുടെ ദൈവം ഇവിടെ ഉണ്ടാവും. അപ്പോ അച്ഛൻ എന്നെ വല്ലാണ്ട് വഴക്ക് പറയും. നീ എന്തിനാണ് ഇതൊക്കെ ഇവിടെ ഒട്ടിച്ചേക്കുന്നത്, ഞാൻ അവർക്കും കൂടെ പൂജിക്കണമെന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അവരൊരു ദൈവമായിട്ട് കരുതി പൂജിച്ചാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് നല്ല അടി, ചുട്ട അടി കിട്ടും. അപ്പോൾ അന്ന് വാങ്ങിച്ച അടി ഇപ്പോഴും ഓർമ്മയുണ്ടോ? സാർ, ഇപ്പം കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് പോലും എന്നെ സ്വപ്നത്തിൽ വന്ന് അച്ഛൻ അടിക്കും. അപ്പം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അച്ഛൻ എന്നെ വിടാതെ അടിക്കുമെന്ന്. പക്ഷേ താങ്കളുടെ കുസൃതി താങ്കൾ ഉപേക്ഷിച്ചില്ല. സാർ, ഒരു കാര്യമുണ്ടല്ലോ, കുരങ്ങിന് എത്ര പ്രായമായാലും അത് മറുകണ്ഠം ചാടുന്നു വിടത്തില്ലെന്ന്. ദിനേശ് ലാൽ യാദവ് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ നിരവ എന്താണ്? ആ കാര്യം എന്താന്ന് വെച്ചാൽ സാർ, ശരിക്കും ഞാനൊരു സിംഗറായിട്ട് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എൻ്റെയൊക്കെ ഒരു ചില കാസറ്റൊക്കെ പുറത്തു വന്നു. ഒരെണ്ണം വന്നായിരുന്നു ബുഡ്വാലയിൽ ദമ്മുണ്ടെന്ന്. ബുഡ്വാലില് ദമ്മുണ്ടെന്ന്. ആ, അതായത് മുത്തച്ഛനുള്ളിൽ ഒരു ദമ്മുണ്ട്. അതെ, ദമ്മുണ്ട്. കാരണം അതിൽ അമിതാഭ് ബച്ചന്റെ ഫോട്ടോ ആണ് ഇട്ടത്. അന്ന് അമിതാഭ് സാറ് പുതിയതായിട്ട് വരുന്ന സ്റ്റാർസിനെ പോലും പൊക്കി അടിച്ചോണ്ട് അഭിനയിച്ചോണ്ടിരുന്നത്. ഒരാളെയും വിട്ടിട്ടില്ല അന്ന്. അപ്പം ഞാൻ അന്ന് ബുഡ്വായിൽ ദമ്മുണ്ടോ എന്നുള്ളൊരു പാട്ട് പാടിയായിരുന്നു. ഒരു കാസറ്റ് വന്നു അതിന്. മറ്റൊരു പാട്ട് വെണ്ണ കഴിച്ച കിളവൻ. അത് ഒരുപാട് പേര് ലൈക്ക് ചെയ്തു സാർ. പിന്നെ അപ്പം മഴക്കാലത്തിന് ശേഷം ഒരു ബീഹാറിൽ വലിയ ഷോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബീഹാറിലോട്ട് പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന സമയത്ത് വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ബീഹാറിലോട്ട് നമുക്ക് പോയി ചേരാൻ പറ്റില്ലെന്ന്. പിന്നെ പബ്ലിക്കിൽ എല്ലാവരും വിളിക്കാൻ ആരംഭിച്ചു. ഞാനപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രോഗ്രാമുണ്ട്, അങ്ങോട്ടൊന്ന് പോകണം, വിടണം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പ്രോഗ്രാം അവിടെ അല്ല ഇവിടെയാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ കാണാൻ വന്ന ജനങ്ങളെ മാർക്കറ്റല്ലെന്ന്. പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടെ ദാ നിറോവ വരുന്നെന്ന്. അതിനുശേഷം എന്നെ എവിടെ പോയാലും നിറോവ എന്നായിരുന്നു വിളിക്കാൻ തുടങ്ങിയത് എല്ലാവരും. എനിക്ക് വളരെ വ്യത്യസ്തമായ ഫീലിംഗ്. കാരണം എൻ്റെ പേര് ദിനേഷ് പാൽ യാദവ് ആണ്. എന്തുകൊണ്ടാണ് എന്നെ നിറോവ എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരുന്നു. അതിലൊരു ഹീറോയിൻ ഉണ്ടായിരുന്നു, സ്വാതി വാജ്പായ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങളെ നിറോവ എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന്. കാരണം ജനങ്ങൾ പേരിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും ജനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ആ പേര് ജനങ്ങളായിട്ട് തന്നാൽ നിങ്ങൾ എടുത്തോണമെന്ന് അവർ പറഞ്ഞു തന്നെനിക്ക്. അപ്പോൾ അന്നോട്ട് ഞാനും ആ നിറോവ എന്നുള്ള പേര് ഏറ്റെടുത്തു. പക്ഷേ ഈ നിർവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സാർ, നിറോവ എന്ന് പറയുമ്പോൾ ശരിക്കും അത് കുങ്കുമമാണ്. ആ പാട്ടിൽ അതെങ്ങനെയാണ് പടവാക്കി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് വേണ്ടി പണിയെടുക്കണമെന്ന്. ഞാൻ വേണമെങ്കിൽ പാടിത്തരട്ടെ. अरे दुल्ही रहे बीमार, अरे दुल्ही रहे बीमार, निरहुआ 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 सटल रहे, मंगर चाहे सोमार जाके डटल रहे, संगी साथी यार सबसे कटल रहे, मेहर के सेवा में खाली जुटल रहे. സാർ, എനിക്കറിഞ്ഞ് ശരിക്കും ഈ ആൽബം ഇതിനു വേണ്ടി തന്നെ ഹിറ്റായത്. എല്ലാ പെണ്ണുങ്ങൾക്കും ഇതുപോലത്തെ ഒരു ഭർത്താവ് തന്നെയാണ് വേണ്ടത്. അവരുടെ കൂട്ടുകാരുടെ കൂടെ ഒന്നും പാർട്ടിക്ക് പോവാണ്ട് സ്വന്തം ഭാര്യയെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പണിയെടുക്കണമെന്ന്. ഒരുപക്ഷെ അവർക്ക് വയ്യാണ്ടായ അവരെ നല്ലപോലെ നോക്കണം. പിന്നെ ഇതുകൊണ്ട് പോലെ ആയിരിക്കും അത്. അമ്മമാരും സഹോദരിമാരുടെ ഇടയ്ക്ക് ഞാൻ നല്ലപോലെ ഫേമസ് ആയി. പിന്നെ അവർ നിറോവ എന്ന് പറഞ്ഞ പേര് എനിക്ക് അങ്ങോട്ട് തന്നു. താങ്കൾ നിർവ എന്നുള്ള പേരിൽ ഫേമസ് ആയി, ജനങ്ങൾ താങ്കളുടെ ആൽബം കാണുകയും ചെയ്തു. പക്ഷേ ഗാസിപൂരിൽ നിന്നും ബോംബെയിലേക്ക് എങ്ങനെ? അതൊരു വലിയ കഥയാണ് സാർ. ഗാസിപൂർ എൻ്റെ ജില്ലയാണ്. അവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു എനിക്ക് ഗാസിപൂരിൽ. അതായത് ഷോ സ്റ്റാർട്ടാവുന്ന സമയത്ത് ഒരു സാമിപ്പാട്ട് പാടും അവർ. അതാണ് ആരംഭത്തിൽ പാടുന്നത്. ദൈവത്തിന് പൂജ ചെയ്ത് സരസ്വതിയെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ സാമിപ്പാട്ട് പാടുന്ന സമയത്ത് പബ്ലിക്കിൽ നിന്ന് ഒരാൾ വന്ന് എന്നെ നൃത്തം എന്നൊക്കെ പറഞ്ഞു. നിറവ, നീ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ട് മാത്രം പാടണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ശരി, ഞാനത് രാത്രി മുഴുവനും പാടാം, നിങ്ങളൊന്ന് ആദ്യം എന്നെ സാമിപ്പാട്ട് പാടാൻ അനുവദിക്കണം. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇല്ല, പറ്റത്തില്ല. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സാമിപ്പാട്ട് പാടാണ്ട് എനിക്കൊന്നും പറ്റത്തില്ലെന്ന്. അദ്ദേഹം പിടിവാദം പിടിച്ചോണ്ടിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കോളറിൽ പിടിച്ചു.
അദ്ദേഹം കോളറി പിടിച്ചാ എനിക്കും അതൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അകത്ത് ആഹിർ വന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് അടിച്ച്. സ്റ്റേജിൽ എടുത്തിട്ട് ഞാൻ ഒറ്റ ചവിട്ടി സാർ. ഞങ്ങൾ ബിർഹ പാടുന്ന സമയമാണത്. കയ്യിലാണെങ്കിൽ ഇരുമ്പിന്റെ കർത്താലിയൊക്കെ ഉണ്ടാവും. അപ്പം അത് വായിക്കുന്ന. അപ്പം ആ സമയത്ത് ഞാനത് എടുത്തിട്ട് നീ ഇത് നിന്നെ തീർക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം പ്രോഗ്രാം പകുതി തന്നെ നിന്നിട്ട് ഞാൻ അവസാനം വീട്ടിലോട്ട് വന്നു. എൻ്റെ ചേട്ടൻ വിജയ്ലാൽ യാദവ്, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. അദ്ദേഹം ബനാറസിൽ നിന്ന് വീട്ടിലോട്ട് വന്നിട്ട് ഇന്നലെ പ്രോഗ്രാമിൽ ആരെ അടിച്ചെന്ന് ചോദിച്ചു. പിന്നെ അദ്ദേഹം മുക്താർ അൻസാരിയുടെ ആളാണ്. അതെ, അദ്ദേഹം സാധാരണ ആളല്ല, ഒരു ഷൂട്ടറാ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കത്തില്ല, നീ ചത്തു എന്നൊക്കെ പറഞ്ഞത്. ഇത്രയും ദേഷ്യമോ ധൃതിയോ നിനക്ക് പാടില്ല. നീ ഒരു ആർട്ടിസ്റ്റാണ്, നീ ഒരു പാട്ടുകാരനാണ്, നിനക്ക് ഒരുപാട് പേഷ്യൻസ് വേണമെന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിനേക്കാൾ എന്നെ കൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആരെങ്കിലും എൻ്റെ നാട്ടില്, എൻ്റെ ജില്ലയില്, എൻ്റെ ഗ്രാമത്തിൽ തന്നെ എൻ്റെ വിശ്വാസം നിറവേറ്റാൻ വിടാണ്ട് അവരെങ്ങാനും തടയുവാണെങ്കിൽ അപ്പം ഞാനും അവരെ തടയും. ചേട്ടൻ പറഞ്ഞു നീ ഇവിടെ ഇരിക്കാൻ ലായ്ക്കില്ലെന്ന്, നീ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഞാൻ എങ്ങോട്ടായി പോകണ്ടേ? അപ്പം മുംബൈക്ക് പോ. ഇവിടെ ഇത്രയും നല്ല പ്രോഗ്രാംസ് നടക്കുന്ന സമയത്താണ് ഞാൻ ഇതൊക്കെ എറിഞ്ഞിട്ടിട്ട് മുംബൈയിലോട്ട് പോയത്. പിന്നെ മുംബൈക്ക് വരണമെന്ന് തന്നെ എൻ്റെ വലിയൊരു ഡ്രീമും. പിന്നെ മുംബൈക്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടി. മുംബൈക്ക് വന്നിട്ട് ഫൈറ്റ്, ഡാൻസ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം സിനിമയിലൊക്കെ എനിക്ക് ചാൻസും കിട്ടി. പിന്നെ താങ്കൾ ചെയ്ത പടത്തിന്റെ ടൈറ്റിൽ പോലും നിറുവ ഋഷക്കാരൻ എന്നാ. ഒരുപക്ഷെ ഒരു നല്ല ഡോൺ ആകാമായിരുന്നു. നിങ്ങൾ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ആ സമയത്ത് എനിക്കൊരു ഡോൺ സ്ക്രിപ്റ്റും കിട്ടിയതായിരുന്നു. പക്ഷേ ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ നടനല്ല, ഞാൻ നടനാവാനായിട്ട് ഒരു കോഴ്സും ചൂസ് ചെയ്തിട്ടുമില്ല. അപ്പം ഞാനൊരു ഡോണായിട്ട് അഭിനയിച്ചാൽ ഡോണിനെ പോലെ കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു റിക്ഷയിലിരിക്കുകയാണെങ്കിൽ റിക്ഷക്കാരനെ പോലെ ഉണ്ടാവും. പിന്നെ ജനങ്ങൾ ഞാനൊരു റിക്ഷ വണ്ടി ഓടിക്കുന്നവനാണ് വിചാരിച്ചു. എന്നെ ആ സിനിമ എന്നൊരു വലിയ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ മാറ്റി. ശരിക്കും ജനങ്ങൾ താങ്കളോട് സ്നേഹം കാണിച്ചെന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. എത്രയോ പടങ്ങൾ ഹിറ്റായി. പക്ഷേ ഈ കാര്യവും ഞാൻ കേട്ടിരുന്നു. അതായത് ഷൂട്ടിംഗ് സമയത്ത് ധാരാളം കുസൃതികൾ കാണിക്കുമെന്ന്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് താങ്കൾ ഒരാളെ മരത്തിൽ കെട്ടിവെച്ചെന്നും കേട്ടു. സർ, വേറെ വഴിയില്ല, മരത്തിൽ കെട്ടിടേണ്ട അവസ്ഥയായി. ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തോണ്ട് താങ്കൾ ഒരാളെ സ്റ്റേജിൽ അടിച്ചതും വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാണോ, അതുപോലെ മരത്തിൽ കെട്ടിവെച്ചതും വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാണോ? സർ, നിങ്ങൾ എനിക്കൊരു ചാൻസ് തരുവാണെങ്കിൽ ഞാനത് പറയാം. അപ്പം നിങ്ങൾ തന്നെ പറയും അത് കറക്റ്റ് ആയിരുന്നു എന്ന്. ഞങ്ങൾ ഷൂട്ടിംഗ് എടുത്തോണ്ടിരുന്നു. പിന്നെ നല്ല കൂട്ടം ഉണ്ടായിരിക്കും, ഒരുപാട് ആൾക്കാർ കാണും, ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല. അതിലൊരാൾ മാത്രം ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ ആരംഭിച്ചു. മറ്റേ ഇന്ന് നിങ്ങളിവിടെ ചിരിക്കുന്ന പോലെ തന്നെ അന്ന് ആ പബ്ലിക് മുഴുവനും ചിരിക്കാൻ ആരംഭിച്ച്. അന്ന് ഞങ്ങളെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നുപോയി. ഞങ്ങൾ അവരെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അത് വിളിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ആ ചേട്ടാ, ഞാൻ ഒരുപാട് ചെയ്യും, പക്ഷെ നിങ്ങൾ എന്നെ കാണാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞു. ഞങ്ങൾ ശരി അവരെ വരാൻ പറഞ്ഞു. എന്നിട്ട് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട്, നിങ്ങൾ മരത്തിൽ കെട്ടിയിടേണ്ട സീനാണ്, ഞാൻ എല്ലാവരുടെ ഒപ്പം ഫൈറ്റ് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ അങ്ങോട്ട് വരുമെന്ന്. ഞങ്ങൾ അയാളെ അവിടെ കെട്ടിയിട്ടിട്ട് സ്വസ്ഥമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഷൂട്ടിങ് നല്ല രീതിക്ക് പോയി. ഇപ്പോൾ പബ്ലിക്കിന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ആർട്ടിസ്റ്റ് എല്ലാം ഭോജ്പൂരി ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്പർ 1 പൊസിഷന് വേണ്ടി പവൻ സിംഗ് ഒപ്പം കേസരിലാൽ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. സാർ തന്നെ പറയൂ, ഇതിലാരാ നമ്പർ 1 വരിക? ഞാൻ എൻ്റെ 2 ചേട്ടന്മാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 നിരോവയുടെ പേരിലാണ് ബുക്ക് ചെയ്തിരുന്നത്. നിങ്ങൾ 4 5 വേണ്ടിയാ വഴക്കിടണമെന്ന്. സോ ഭോജ്പൂരിയിൽ എത്ര സ്റ്റാർസ് ഉണ്ടോ? മനോജ് തിവാരി, രവികിഷൻ ഉണ്ട്, അതുപോലെ പവൻ സിംഗ് ഉണ്ട്, കിസാരി ലാൽ എന്നുള്ള പേര് ഇവർ പറഞ്ഞു, പിന്നെ താങ്കളുണ്ട്. ഇതിൽ കൂടുതൽ കുസൃതി കാണിക്കുന്നത് ആരാണ്? പവൻ സിംഗ്, പവർ സ്റ്റാർ. അദ്ദേഹം ഭയങ്കര കുസൃതിയാ.
അദ്ദേഹത്തിന്റെ കുസൃതിയെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ സാർ, നിങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യുമല്ലോ എന്ന് പോലും എനിക്കറിയത്തില്ല. വല്ലാത്ത കുസൃതിയാ. ഞാൻ 2019 തെരഞ്ഞെടുപ്പിൽ നിന്നേ. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നോമിനേഷനിൽ ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ പവൻ സിംഗ്, കേസാരി ലാൽ, പിന്നെ നിറോവ 3 പേരും പോകണമെന്നാ. പിന്നെ ഞങ്ങളൊരു ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തു. ആദ്യം ഞാൻ പോയിരുന്നു. പിന്നെ പവൻജി വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഇവിടുന്ന് പൊക്കോ, പെട്ടെന്ന് പോകുന്നോ ഇല്ലയോ എന്ന്. അപ്പം ഞങ്ങൾ കേസരി സാർ വന്നുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എന്താ പണി ഇവിടെ എന്ന്. ഓടാ, വട്ടാണോടോ നിനക്ക്? നമ്മുടെ ചേട്ടനല്ലേ, വരട്ടെ, എന്താ പ്രശ്നം എന്നാ ഞാൻ ചോദിച്ചത്. താ നോക്കിയേ, നിന്റെ ഈ സ്വഭാവം എനിക്കിഷ്ടമല്ലാത്ത. അദ്ദേഹത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അദ്ദേഹം കൂടെ വരട്ടെ, 3 പേര് ചേർന്ന് പോയാൽ ജനങ്ങൾക്കൊക്കെ നല്ലതല്ലേന്ന് ഞാൻ പറഞ്ഞത്. ശരി വരട്ടെ, നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്തിനാ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അതിനിപ്പുറം അദ്ദേഹം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരുന്ന്. അതിനുശേഷം ഹലോ, പൈലറ്റ് പെട്ടെന്ന് പിന്നോട്ട് തിരിഞ്ഞിട്ട് എന്താ സാർ, ഇപ്പോ ഹെലികോപ്റ്റർ പവർ സ്റ്റാറേ ഓടിക്കത്തുള്ളൂ. കേസരി സാറ് പെട്ടെന്ന് പറഞ്ഞത്, ചേട്ടാ നിങ്ങൾ കണ്ടോ, നിങ്ങളത് കണ്ടില്ലെന്ന്. അപ്പൊ ഞാൻ ഇതുകൊണ്ടല്ലേ പറഞ്ഞത് നേരത്തെ അദ്ദേഹത്തിന് വിളിച്ചോണ്ട് പോയത് ഞാൻ വരില്ലെന്നൊക്കെ. നിക്ക് നീ ടെൻഷൻ ആവില്ല, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ പവൻജി ടെൻഷൻ ആവില്ല, ഞാൻ നോക്കിക്കോളാം. അല്ല എന്തിനാ നിങ്ങൾ ഈ ടെൻഷൻ ആവുന്നേ? എനിക്ക് ഓടിക്കാൻ അറിയാം. കേസരിജി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചേട്ടാ ദയവ് ഇത് അദ്ദേഹത്തിന് ഓടിക്കണ്ടെന്നൊന്ന് പറ. ഹലോ, പുറകിലോട്ട് വന്നിരിക്കേ. നീ അവിടെ ഇരിക്കേ, വന്ന് പുറകിലോട്ട്, ഞാൻ പവർ സ്റ്റാർ ഓടിച്ചോളാം. പൈലറ്റ് ആണെങ്കിൽ ശരിക്കും പേടിച്ചുപോയി. സാർ നിങ്ങൾ എന്തീ കാണിക്കുന്ന, അദ്ദേഹത്തൊന്ന് ഇരിക്കാൻ പറയുന്നു. അതിനിപ്പുറം കേസരിജി ഇറങ്ങിയിട്ട് എന്റെ പൊന്നേട്ടാ ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു പോയി. നിക്കാണ്ട് ഓടിക്കളഞ്ഞിനെ. എന്നിട്ട് അദ്ദേഹം അപ്പോഴേക്കും ആ പോക്കോ പോക്കോ. അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ആർക്കും കുസൃതി കാണിക്കാൻ പറ്റില്ല, ഭയങ്കര കുസൃതിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊച്ചുപ്രായത്തിലൊക്കെ ഹനുമാൻ എന്ന് വിളിക്കുന്നത്, പവൻ സിംഗിനെ. ഇന്നും അദ്ദേഹം അങ്ങനെ കുസൃതിക്കാരൻ തന്നെയാ. പിന്നെ ഞാൻ കേട്ടത് രവികിഷൻ സാർ ഏത് പ്രൊഡ്യൂസറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ക്ലാസ് ഒക്കെ എടുക്കുമെന്നാണ്. സത്യമാണോ? ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരു അദ്ദേഹമാ. അദ്ദേഹം എന്ന് കണ്ടാൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ എന്നും ജീവിതത്തിൽ നല്ല ധൈര്യമായിട്ടിരിക്കണം. ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്. ആരാ പടം എടുക്കാൻ വന്നത്? ഒരാൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാശുണ്ടെന്നും പറയുന്നുണ്ട്. ഒരുപാട് കാശുണ്ടോ? ഇൻഡസ്ട്രിയെ തന്നെ മാറ്റുവോ? എന്നാ ശരി, അദ്ദേഹത്തെ അയക്കി, ഞാൻ അങ്ങോട്ട് മാറ്റിക്കളയാം. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നോക്കിയ മോനെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മായൊക്കെ കൂടിപ്പോയി. അദ്ദേഹം മായെന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ നോക്കുക. അതിനാ ഇത്രയും ദൂരം വന്നേക്കുന്നേ. കാരണം ആരാണോ കച്ചവടം ചെയ്യാൻ വന്നത്, അദ്ദേഹം സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ഇല്ലല്ല, നിനക്ക് മനസ്സിലായില്ല. ഇല്ല, ഞങ്ങൾ മനസ്സിലായെന്നേ പറയത്തുള്ളൂ. നോക്കിയ മക്കളെ, ഇദ്ദേഹം ഒരുമാതിരി സിനിമയൊക്കെ എടുക്കത്തുള്ളൂ എന്നൊക്കെ പറയും. അദ്ദേഹം നമ്മുടെ ഇൻഡസ്ട്രി നശിപ്പിച്ചേക്കും. സോ അദ്ദേഹത്തിനടുത്ത് മായയുണ്ട്. അദ്ദേഹത്തിന്റെ മായ ഇങ്ങോട്ട് എടുത്തിട്ട് നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് മലയ്ക്ക് അയച്ചേക്കാൻ പറയും. അദ്ദേഹം ഇങ്ങനെയാ എനിക്ക് പറഞ്ഞു തരുന്നത്. ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ പ്ലീസ് സർ? നിങ്ങൾ എന്നോട് ഹിന്ദി പാട്ടല്ലേ പാടാൻ പറഞ്ഞത്? ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ എൻ്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി പാടിയ പാട്ട് ഞാൻ പാടിയേക്കാം. പിന്നെ എൻ്റെ ഗേൾഫ്രണ്ട് നിങ്ങളെപ്പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഗേളാ. താങ്ക് യു. പിന്നെ ഞാൻ എപ്പോഴും ഈ പാട്ട് തന്നെയായിരിക്കും പാടുന്നത്. तुझे देख के आहें भरता हूँ, तुझे देख के आहें भरता हूँ, लव तुझे लव मैं करता हूँ.
ആപ്കി അദാലത്തിൽ ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇദ്ദേഹത്തിന്റെ പേരുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ലോകത്തിൽ ആര് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ, നിങ്ങൾ ബിഹാരിയോ അല്ലെങ്കിൽ ഭോജ്പൂരിയോ സംസാരിക്കുമെങ്കിൽ, അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ഒരിക്കലും നാണിക്കരുത്. ഞാൻ എവിടെ പോയാലും ഇത് തന്നെ പറയുള്ളൂ, നിങ്ങൾ ഇത് തന്നെയാ പറയേണ്ടത്. चाहे रहिया बॉम्बे दिल्ली, चाहे रहिया मसूरी में, लिखिया पढ़िया कोनो भाषा बतिया भोजपुरी में. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് ദിനേശ് ലാൽ യാദവ് അലേസ് നിർവ്വയോടാണ്. ഇത് ഛഠ് പൂജയുടെ സമയമാണ്. ദേശത്ത് ആഘോഷങ്ങൾ തുടരുന്നു. ഭോജ്പൂരി ഫിലിം സ്റ്റാർ നിർവ്വയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭോജ്പുരി ഫിലിമിന്റെ സൂപ്പർ സ്റ്റാർ ദിനേശ് ലാൽ യാദവ് നിർവ്വയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ സാഹചര്യം മാറുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഭോജ്പൂരി സിനിമ ലോകത്തുള്ള 25 കോടി ജനങ്ങളാണ് കാണുന്നത്. പക്ഷേ താങ്കളുടെ സിനിമ കാണുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, നിന്റെ മാറ്, നിന്റെ ഇടുപ്പ്, നിന്റെ ശരീരം, നിന്റെ ബ്ലൗസ്, നിന്റെ സാരി. ഇത് വളരെ കറക്റ്റായ ഒരു സ്ഥലമാണ്, അങ്ങനത്തെ ഉള്ളൊരു സ്റ്റേജാണ്. ഇവിടെ ഞാനിത് പറയുവാണെങ്കിൽ ഈ മുഴുവൻ ലോകത്തിന് ഇത് അറിഞ്ഞതുപോലെയാണ്. ഇതൊരു വലിയ ചതിയാ, ഭോജ്പൂരിയുടെ പേര് നശിപ്പിക്കാൻ. പിന്നെ അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഞങ്ങളുടെ പടമൊക്കെ 1 കോടി തീർക്കും. മറ്റുള്ള സിനിമകളൊക്കെ നോക്കുവാണെങ്കിൽ 10, 15, 20, 50, 100 കോടിയുടെ എടുക്കും. പിന്നെ തിയേറ്ററിൽ ഞങ്ങളുടെ സിനിമയൊക്കെ ഇടില്ലേ ഈ ഭോജ്പൂരിയിൽ, ആ സമയത്ത് തന്നെ ഈ 100 കോടിയുടെ സിനിമ റിലീസാവുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമ റിലീസാവുക, നിങ്ങൾ നിറുവിന്റെ സിനിമ ഒരിക്കലും ഇടാൻ പാടില്ലെന്നൊക്കെ, ദയവീത് ആ സിനിമ ഇടാനേ പാടില്ലെന്നൊക്കെ. അവർക്ക് എന്ത് തോന്നും, അവരെങ്ങനത്തെ ഒരു സിനിമ എടുത്തേക്കുന്നത്? അതുകൊണ്ട് ഇവിടെ വലിയ സൂപ്പർ സ്റ്റാറുടെ സിനിമ പോലും ഓടിയിട്ടില്ല. അതൊക്കെ കാണാന്നോർത്ത് അവിടെ പോയി കാണുമ്പോഴായിരിക്കും അറിയുന്നത് വളരെ നല്ല പടങ്ങളാണ് എടുത്തേക്കുന്നതെന്ന്. ഒരു അടിപൊളി സിനിമയായിരിക്കും അതെന്നൊക്കെ. അപ്പം അവരെങ്ങനെയൊക്കെയാ ഡീഗ്രേഡ് ചെയ്യേണ്ടതെന്ന്. സോ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മീഡിയയില്, പിന്നെ എല്ലാ ഇന്റർവ്യൂവിലും, എല്ലാ സെക്ടാറിലും ഭോജ്പൂരി സിനിമയെക്കുറിച്ച് തെറ്റായിട്ടും പറഞ്ഞ് അവർ ഇഷ്ടത്തിന് സംസാരിച്ച് അവർ ആ സിനിമയെക്കുറിച്ച് നാണം കെടുത്തും. ഈ മുഴുവൻ നാട് തീരുമാനിക്കട്ടെ, നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജഡ്ജ് തീരുമാനിക്കട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാട്ടില് ഒരു ഉയരുണ്ടെന്നൊക്കെ. അപ്പൊ അവരുടെ പാട്ടിൽ എന്ത് കാണും? ഉയരേ ഉയരേ എന്റെ വീട്ടിലെ മടിയിലും വന്നിരുന്ന്. അതൊന്നും വൾഗാരിറ്റി അല്ല, അത് വൾഗാരിറ്റിയേ അല്ല. അല്ലല്ല, അവരുടെ പാട്ടിൽ എന്തുണ്ടാവും? ഞങ്ങളുടെ പാട്ടിൽ ഇതാ ഇത്രയൊക്കെ കാണിച്ചിട്ടുള്ളൂന്ന്. ഭാര്യ പുറത്തു പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവൾ എന്താ പറയുന്നതെന്ന് വെച്ചാല്, हाथ पहुंचत नहीं खे जाता रूक राजा जी, लगाए दें चोलिया के हुक राजा जी. കയ്യൊക്കെ എത്തുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യേണ്ട വേറെ ആര് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നേ? അവളുടെ ഭർത്താവിനോട് അവളുടെ ഹുക്കിട്ട് വിടാനായിട്ട് പറയുന്നു. അപ്പൊ ഇതിന് വൾഗാരിറ്റി എന്ന് പറയുമ്പോ അപ്പൊ അവര് പാടിയ പാട്ടുണ്ടല്ലോ, മറ്റേ എന്താ അത്, चोली के पीछे क्या है चुनरी के नीचे. ഞങ്ങള് ഭോജ്പൂരിയിൽ വെറും ഹൂക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഇപ്പോൾ താങ്കൾ ഭോജ്പൂരിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പറയൂ. ഭോജ്പൂരിയിലുള്ളത് ഞാൻ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കാം. പ്രേമിക്കുന്ന സമയം രാത്രി 1:30 മണിയാണ്. जवानिया का मेल रात 1:30 बजे. വെച്ച് നോക്കുമ്പോ ഭോജ്പൂരിയില് 1:30 മണി, അത് മാത്രല്ലേ ഉള്ളൂ. ആരാണോ ഞങ്ങളുടെ മേത്ത് പഴിയിടുന്നത് അവരെന്താ പറയുന്നത് വെച്ചാൽ, सुबह से लेकर शाम तक, शाम से लेकर सुबह तक, प्यार करो मुझे प्यार करो. ഭോജ്പൂരിയിൽ ഒരു 1:30 മണി എന്ന് പറഞ്ഞതാണ് ഇത്ര വലിയ പ്രശ്നമായി പോയത്. ഭോജ്പൂരിയിൽ വൾഗാരിറ്റി അങ്ങോട്ട് അവർ മിക്സ് ചെയ്തെടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, വൈകുന്നേരം തൊട്ട് വെളുക്കുന്നത് വരെ. അല്ല, ഞങ്ങളാണോ വൾഗാരിറ്റി, ഇവരാണോ വൾഗാരിറ്റി? പക്ഷേ ഭോജ്പൂരിയിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, पलंग पे आजा चाहे तो नीचे तकिया लगा ले.
ഇതാ നോക്കിയേ, എനിക്കിന്നൊരു കറക്റ്റായ സ്റ്റേജാ കിട്ടിയത്. ഞാൻ ഈ ലോകം മുഴുവനുള്ള ഭോജ്പൂരി ആർക്കൊക്കെ സംസാരിക്കാൻ അറിയാവോ അവർക്ക് പകരമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ ഇത് മാത്രമാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, छत पे सोया था बहनोई मैं तन्ने समझ के सो गई मुझको राणा जी माफ करना गलती मारे से हो. നമ്മുടെ ഈ ആപ്കി അദാലത്തില് ജഡ്ജ് മേഡം നിങ്ങളോ അല്ലെങ്കിൽ ഈ നാട് തന്നെ തീരുമാനിച്ചോട്ടെ, ഞങ്ങള് കട്ടിലോട്ട് വിളിച്ചതാണോ വൾഗാരിറ്റി, ഇല്ലെങ്കിൽ ആ വീട്ടിന്റെ മണ്ടയ്ക്ക് നടന്നില്ലേ അതാണോ വൾഗാരിറ്റി? എന്നാലും താങ്കൾ കട്ടിലിൽ കിടക്കാൻ മാത്രമല്ല വിളിക്കുന്നത്. താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാ, सैया छोड़ दो तू खटिया तोड़ देगा रे. നോക്കൂ, ഞങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവരും അവിടെ പറയുന്നേ. വ്യത്യസ്തമായിട്ട് ആരും പറഞ്ഞില്ല. ഓവറായിട്ടാണ് പറയുന്നത്. ഇല്ല ജഡ്ജ് മാം, ഞങ്ങളാണോ അധികം പറയുന്നത് അതോ അവരാണോ അധികം പറയുന്നതെന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഞാൻ പറയുന്നത് കറക്റ്റ് താങ്കൾ അല്ലേ? ഭോജ്പൂരി സിനിമകളിൽ ഹീറോയിന്റെ വൾഗാരിറ്റി കാണിക്കാതെ ഇരിക്കുന്നത് വരെ താങ്കളുടെ പടം പൂർത്തിയാവില്ല. അത് ധാരാളം സമയം കാണിക്കുകയും ചെയ്യും. ശരി, എനിക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി സാർ എങ്ങോട്ടായി പിടിച്ചു വന്നേന്നുള്ള കാര്യം മനസ്സിലായി. ഞങ്ങളുടെ പാർട്ടി വന്നത് എന്താന്ന് വെച്ചാൽ, छुवेला त छुवते धड़क जाले छतिया. നോക്കിയ ഭോജ്പൂരിൽ ഇതാണ് പറയുന്നത്. ആദ്യമായിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ തൊടുമ്പോ അവള് നടുങ്ങത്തേ ഉള്ളു ഇങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞ്. ഹാർട്ട് ബീറ്റ് നല്ലപോലെ ഇൻക്രീസ് ആയേക്കും. ഇതാണോ വൾഗാരിറ്റി? അതോ അവരവിടെ പറയുന്ന സമയത്ത് മറ്റേ सैया ने देखा मुझे ऐसे ആരാണ് വൾഗാരിറ്റി? ഈ ആപ്കി അദാലത്ത് പ്രോഗ്രാം എനിക്ക് അറിഞ്ഞാൽ പറ്റൂ ആരാണ് വൾഗാരിറ്റി എന്ന്. ഞങ്ങളോ അതോ അവരോ? മറ്റുള്ളവരൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത് മാത്രമാണ് പറഞ്ഞു വരുന്നത്. ബോയ് ഫ്രണ്ട് ടച്ച് ചെയ്താൽ ഞങ്ങൾക്കൊരു ചെറിയ നടുക്കമൊക്കെ വരുന്നു പെണ്ണുങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാ ഒരു വൾഗാരിറ്റി ആയിട്ട് തോന്നുന്നല്ലേ ചോദ്യം. വൾഗാരിറ്റി ശരിക്കും ഇതല്ലേ? ഒരു ബോയ് ഫ്രണ്ട് നോക്കിയപ്പോൾ എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. ഭോജ്പൂരിനെ വൾഗാരിറ്റിയിൽ കണക്ട് ചെയ്ത് എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന്. താങ്കൾ ഹീറോയിനോട് എന്താ പറയുന്നത് വെച്ചാൽ, अपनी നിന്റെ लिपस्टिक का ലിപ്സ്റ്റിക്കിന്റെ स्वाद ടേസ്റ്റ് എനിക്ക് चखा दे. ഇഷ്ടമാണെന്ന്. പേര് സിന്ദൂര്, പക്ഷെ ടേസ്റ്റ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക്. കാര്യം ഇത്രേ ഉള്ളൂ സാർ. ഞാൻ എന്തോ ഒരു എക്സ്പ്ലനേഷനാ തരേണ്ടത്. സാർ നിങ്ങൾ എന്തോ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഞാൻ തരാൻ റെഡിയാണ്. പക്ഷെ പുറത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ. കാരണം ഒരു പക്ഷെ അവരിങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതിനെന്താ അർത്ഥം? അതായത് നിന്റെ ലിപ്സ്റ്റിക്കിന്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ അറിഞ്ഞോട്ടെ എന്നെ ഒന്ന് അനുവദിക്കുമോന്ന്. അതായത് അത് ഏതാണ് അതിന്റെ ഫ്ലേവർ, ഏതാണ് അതിന്റെ ഫ്ലേവർ എന്നറിയാൻ ആഗ്രഹം. അതായത് മാംഗോയാണോ അതോ ലിച്ചിയാണോ? പിന്നെ അവർ ചെയ്തോണ്ടിരിക്കുന്നത് മറ്റേ മറ്റേ ചൊവ്വ തുടു എന്നൊക്കെ ഉള്ള അതിന്റെ രസത്തിന് മുഴുവനായിട്ട് എല്ലാം ചെയ്യുന്നതൊന്നും വൾഗാരിറ്റി അല്ലേ സാറേ? ഞങ്ങൾ വരും ഫ്ലേവർ ടേസ്റ്റ് ചെയ്താൽ അത് വൾഗാരിറ്റി ആവും. അതെ, താങ്കൾ പറയുന്നത് ശരിയാണ്. അവിടെയും ഇതുപോലൊക്കെ തന്നെയുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഭോജ്പൂരി പടം കണ്ടാണ് ഇതൊക്കെ പഠിച്ചതെന്ന്. അപ്പൊ നോക്കിയോ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവിക്കുള്ളൂ. ഇതൊക്കെ ഒരു വലിയ നുണയാണ്. ആദ്യം ഹിന്ദി സിനിമയാണോ വന്നത് അതോ ഭോജ്പൂരി പടമാണോ വന്നത്? ഹിന്ദി സിനിമ കണ്ട് ഹിന്ദി ഹീറോസിനെ കണ്ടാണ് ഞങ്ങൾ ഹീറോസ് ആയത്. ഞങ്ങള് ഗോവിന്ദ സാറിനെ കണ്ടു, അക്ഷയ് കുമാർ സാറിനെ കണ്ടു, അവരെയൊക്കെ കണ്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നിങ്ങള് അല്ല, ഒരു കാര്യം താങ്കൾ പറയൂ. താങ്കളുടെ എല്ലാ സിനിമകളിലും ഒരു ഫസ്റ്റ് നൈറ്റ് സീൻ കമ്പൽസറി ഉണ്ടായിരിക്കും അല്ലേ? ബെഡ്റൂം, കട്ടിൽ, ബെഡ്ഷീറ്റ് ഇതെല്ലാം പെർമനന്റ് ആണ്. ഒരു സിനിമ വന്നിരുന്നു, നിങ്ങളത് കണ്ടിരിക്കുമല്ലോ, രാജ ഹിന്ദുസ്ഥാനി. അതില് ഹീറോയിന്റെ അച്ഛൻ ചോദിക്കും, രാജ നിനക്ക് കല്യാണം കഴിഞ്ഞു എന്ന്. ഇല്ല സാർ, എനിക്ക് ഇഷ്ടപ്പെട്ടവളെ എനിക്ക് കിട്ടിയില്ലെന്ന്. അപ്പൊ അദ്ദേഹം പറയും, നീ സ്വപ്നലോകത്തിൽ ജീവിക്കുക, നിനക്ക് വിചാരിച്ചവളെ കിട്ടത്തില്ലെന്നൊക്കെ. വരും സാർ, എന്റെ സ്വപ്നലോക ഏഞ്ചൽ എന്റെ കയ്യിലോട്ട് വരും. ഞങ്ങളത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നത്തിലുള്ള പെണ്ണ് വരുമെന്ന് വിചാരിക്കും.
അതിനുശേഷമാണ് സാർ ഞാൻ നിറോവ ഹിന്ദുസ്ഥാനി എടുത്തത്. നിറോവ അവന്റെ സ്വപ്നലോക സുന്ദരിയെ തേടി ഇറങ്ങി മുംബൈയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നത്തിൽ കണ്ട ആ പെണ്ണിനെ കിട്ടി. ആ സ്വപ്നലോക സുന്ദരിയെ ഗ്രാമത്തിലോട്ട് വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഗ്രാമത്തിന്റെ കൾച്ചർ എങ്ങനെയാണ്, ഭോജ്പൂരിയുടെ കൾച്ചർ എങ്ങനെയാണ്, നശിച്ചുപോയ പെണ്ണ് പോലും നന്നായി വന്നു. അവളുടെ അച്ഛന് പോലും വന്നിട്ട് അടയാളം കണ്ടെത്താൻ പറ്റുന്നില്ല ഇതെന്റെ മോളാണോന്ന്. ഇവിടെ എന്റെ ജീവിതകാലം ഞാൻ മുഴുവനും ട്രൈ ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ തിരുത്തിയെന്ന്. അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഭോജ്പൂരിക്കകത്ത് ഒരാൾ വന്നാൽ എങ്ങനെപ്പെട്ടവരാണെങ്കിലും മാറുമെന്ന്. ആ സിനിമയില് വലിയ വലിയ സ്വപ്നങ്ങൾ എങ്ങനെയാ കാണണ്ടെന്നാ പഠിപ്പിച്ചത്. ഒരു ഗ്രാമത്തിലെ പയ്യൻ, ഒരു കഷ്ടപ്പെടുന്നവൻ എങ്ങനെയൊക്കെ ആലോചിച്ച് തുടങ്ങാം, സ്വപ്നലോകത്തിലുള്ള സുന്ദരി എങ്ങനെ വിളിച്ചോണ്ട് വരാം, വലുതായിട്ട് സ്വപ്നം കാണാനും വലിയ രീതിയിൽ അച്ചീവ് ചെയ്യാനും ആ പടം നന്നായിട്ട് പറഞ്ഞുതരും. പിന്നെ അതിലൊരു മെസ്സേജും കൂടെ ഉണ്ട്, നിന്റെ വഴിയെ നീ പോയാൽ നിന്റെ സ്വപ്നത്തിലോട്ട് എത്താമെന്ന്. നേരത്തിന് മുന്നേ നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നതില്ല, നേരത്തിന് മുമ്പ് നിനക്ക് ഒന്നും തന്നെ കിട്ടത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നോ നിങ്ങളുടെ സ്വപ്നമൊക്കെ സഫലമാകും. നോക്ക് സർ, താങ്കൾ സിനിമകളിൽ വൾഗാരിറ്റി കാണിക്കാൻ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. അതായത് സത്യം എന്താണെന്ന് വെച്ചാൽ ഭോജ്പുരി സിനിമകളിൽ വൾഗാരിറ്റി കുറച്ച് കൂടുതലാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലാണുള്ളത്, രാഷ്ട്രീയത്തിലാണുള്ളത്. അതുകൊണ്ട് താങ്കളുടെ ഉത്തരവാദിത്വം ഇത് കുറച്ച് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സർ, താങ്കൾക്കെതിരെ ഒരു വൾഗാരിറ്റി കുറ്റം ചുമത്തിയിരിക്കുന്നു. താങ്കൾ ബോളിവുഡ് കോർണർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ ഇതുപോലുള്ള വേർഡ്സും ഇതുപോലുള്ള പാട്ടുകളൊക്കെ കേട്ടാൽ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? നിങ്ങൾ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പോൾ പിന്നെ ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ ആരും തെറ്റ് പറഞ്ഞല്ല, പക്ഷെ ഇത് തെറ്റാണ്. ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റിന് വേണ്ടി എങ്ങനെ ഒരു സിനിമ എടുത്താലും അത് ശരിക്കും തെറ്റായി പോവും. അങ്ങനത്തെ സിനിമയായാൽ അത് തെറ്റായി മാറും. പിന്നെ എന്താ കാണണ്ടേന്ന് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പിള്ളേർക്ക് എന്താ കാണിക്കേണ്ടതെന്ന്. പവൻ സിംഗ് സാർ ഒരു നല്ല കാര്യം പറഞ്ഞിരുന്നു. ഞാൻ 500 സാമി പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഭജന പാട്ടുകളും പാടിയിട്ടുണ്ടെന്ന്. മറ്റുള്ളതൊന്നും ചോദിക്കാണ്ട് ലോളിപോപ്പാണല്ലോ ചോദിക്കുന്നല്ല. ഞങ്ങൾ എങ്ങോട്ട് പോയാലും ഈ ലോകത്തിന് ഏത് മുക്കിലും മൂലയിലും ചെന്നാലും അവിടെയൊക്കെ ഈ പാട്ട് ഓടും. കമറിയ ഹഹ കമറിയ ഹഹ കമറിയ കരേല പാലോപ്പലോൽ പോപ്പ് ലാഗേലു. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ വേണ്ടെന്ന്. ബീഹാറിൽ റെസ്പെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ ഛഠ് പൂജ വളരെ നന്നായിട്ട് നടക്കും. ബട്ട് സ്റ്റിൽ ആസ് ബീഹാറി ജനങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വളരെ കഷ്ടമാണ്. ബീഹാറിൽ വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും മര്യാദ കൊടുക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരാണ് ഇതൊക്കെ ചെയ്യാനുള്ളത്? ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ബിഹാരി അല്ലെങ്കിൽ ഭോജ്പൂരിയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് നാണിക്കരുത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ അമ്മയുടെ സിനിമ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കർഷകന്റെ സിനിമ കാണണം. ഒരുപക്ഷെ ആ സിനിമ ഹിന്ദിയിലെങ്ങാനും വന്നിരുന്ന നാഷണൽ അവാർഡ് മേടിച്ചേനെ. അതിൽ മെറൂൺ കളർ സാരി എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ട്രെൻഡി പാട്ടാണ്. നിങ്ങളെ ചിലപ്പോൾ കണ്ടിരിക്കും. നിങ്ങൾ പോയി ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്. അങ്ങനെയൊന്നും ഒന്നുമില്ല. അവർ വേണോന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കാണിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് തന്നെയാണ്. ഞാൻ അവിടെ പോയാൽ ഞാൻ എങ്ങനെ പറയൂ അതുപോലെ തന്നെ നിങ്ങളും പറയണം അവരുടെ അടുത്ത്. ഏത് ഭാഷ സംസാരിക്കുകയാണെങ്കിൽ അത് ഭോജ്പൂരി ആയിരിക്കണം. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നിറവയോടുള്ള അടുത്ത ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, നിറവയോട് അഫെയർ. ഇതിനേക്കാളും നല്ല കാര്യം വേറെ എന്താ ഉള്ളത്? അവരെന്താ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ നല്ലൊരു പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ അപ്പോ കല്യാണം കഴിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഗംഗയെ കുളിച്ചതുപോലെയാണ്. വെൽക്കം ബാക്ക്. ഇപ്പോൾ ഛഠ് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശം മുഴുവനും അത് ആഘോഷിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മുടെ അതിഥി നിറവയാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭോജ്പുരി സിനിമയുടെ സൂപ്പർ സ്റ്റാർ ദിനേശ് ലാൽ യാദവ് നിറവയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു പ്രേം പൂജാരിയാണ് എന്നുള്ളതാണ്. നോക്കൂ, താങ്കൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. താങ്കൾ എത്ര വലിയ പ്രേം പൂജാരിയാണെന്ന്.
ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയും താങ്കൾ പാടും. വീടിന്റെ ഭിത്തികളിൽ താങ്കൾ കരീഷ്മ കൗറിന്റെ ഫോട്ടോ ഒട്ടിക്കും. താങ്കൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷവും താങ്കളുടെ റെപ്യൂട്ടേഷൻ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കൊച്ചു പ്രായത്തിൽ പ്രേമമില്ലെങ്കിൽ പിന്നെ അതെന്താ പ്രായമെന്ന്. ചേട്ടാ നിങ്ങൾ നോക്കണം, നമുക്ക് ഈ ജീവിതം കിട്ടിയത് ഒരു വട്ടമാണ് കിട്ടിയേക്കുന്നത്. ഇത് പിന്നെ കിട്ടുമെന്നും അറിയത്തില്ല ആർക്കും. പിന്നെ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞ് ദൈവം ഇങ്ങനെ പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. നോക്കിയാൽ നിനക്ക് എല്ലാം തന്നിട്ടുണ്ട് ഞാൻ. എന്തുകൊണ്ടാണ് നീ അങ്ങനെ തന്നെ തിരിച്ചു വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു ചാൻസും കളയത്തില്ല സാർ. ഞാനും ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും ചോദിക്കാൻ പോയാണ്, ആമ്പ്രപ്പാലിയോടൊപ്പം താങ്കളുടെ കണക്ഷൻ എന്താണ്? ശരി, ഇത് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇല്ലാത്ത കാര്യം പോലും ഉണ്ടെന്നൊക്കെ പറയുമല്ലോ. ഇതിനു മുമ്പ് ഞാൻ പാക്കിജിയുടെ കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് എത്രയോ സ്റ്റേജിലോട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസ് ഒക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചേട്ടാ ചേച്ചി വിളിച്ചോണ്ട് പോവാ, ചേച്ചി വിളിച്ചോണ്ട് പോവാന്നേ പറയത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് പകച്ചു പോയി നോക്കും, എന്തിനാ ഇവന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. നിങ്ങൾക്കറിയാവല്ലോ അവരുടെ സന്തോഷം ഇതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് കാണിച്ചാലും അത് മാറില്ല. പിന്നെ അമരപ്പാലിയുടെ കൂടെ സിനിമ അഭിനയിക്കുന്ന സമയത്ത് ആസിം ഘാട്ടിലോട്ട് പോകുന്ന സമയത്തായിരുന്നു ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നതൊക്കെ. ജനങ്ങൾ പറയും ദിനേശ് ലാൽ യാദവ് സിന്ദാബാദ്, അമരപ്പാൽ ചേച്ചി സിന്ദാബാദ് എന്നും. ഞാൻ പറയും നിങ്ങൾ എന്തിനാ വെറുതെ ഒരാളുടെ ജീവിതം കളയുന്നതെന്നൊക്കെ. എനിക്ക് കല്യാണം, എന്റെ കല്യാണം കഴിഞ്ഞതാ, എനിക്ക് 2 പിള്ളേരും ഉണ്ടെന്ന്. എന്ത് ഭംഗിയുള്ള ഹീറോയിൻ അവർ കല്യാണം കഴിക്കുവാണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ അവർ കല്യാണം കഴിക്കാൻ പോകുന്നു. നിങ്ങൾ എന്തിനാ വെറുതെ ബലം ഉപയോഗിച്ചോ സംസാരം ഉപയോഗിച്ചോ അവരൊരു ചേട്ടത്തേമ്മയാക്കാൻ നോക്കുന്നത്? പക്ഷേ സാർ എന്ത് ചെയ്യാനാ, അവരുടെ അവരോട് ഒപ്പമാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിരുന്നു. നിറവയോടൊപ്പമുള്ള താങ്കളുടെ റിലേഷൻഷിപ്പ് എന്താണ്? എന്ത് ബന്ധമാണ് ഉള്ളത്? താങ്കളുടെ വിവാഹം കഴിഞ്ഞോ? അതിനവർ തന്ന ഉത്തരം കേൾക്കുക. നിറവയുടെ അഫെയർ. ഇതിനേക്കാളും നല്ല കാര്യം വേറെ എന്താ ഉള്ളത്? അവരെന്താ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ നല്ലൊരു പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ അപ്പോ കല്യാണം കഴിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഗംഗയെ കുളിച്ചതുപോലെയാണെന്ന്. സാർ ഇന്ന് നമ്മൾ ആപ്കി അദാലത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ജഡ്ജ് മാം ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറിയ റൂൾ ഉണ്ടാക്കൂ. ഒരു വൈഫും 2 പിള്ളേരും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കഴിച്ചേക്കാം. കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ താങ്കളുടെ കല്യാണ ഫോട്ടോയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില ഫോട്ടോകൾ ജനങ്ങൾക്ക് ഒരു തെളിവിന് വേണ്ടി ഞാൻ കാണിക്കാൻ പോവുകയാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരു ചേട്ടത്തിൽ നിന്നുള്ള വിചാരം വരുമെന്നാണ് തോന്നുന്നത്. കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും എന്തോ കണക്ഷൻ ഉള്ളതായിട്ടാണ് ഫോട്ടോ ഇട്ട ആൾക്കാർ പറയുന്നത്. എല്ലാ സിനിമയിലും ഒരു കല്യാണ സീൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതിന്? 2 കാര്യത്തിൽ എൻ്റെ അമ്മയെ ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യപ്പെടും സാർ. ഞാൻ ഗ്രാമത്തിലോട്ട് പോകുന്ന സമയത്ത് അവർ വിളിക്കും, ഇങ്ങോട്ട് വാ. പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്, ഇല്ലല്ല നീ ഇങ്ങോട്ട് വാ. അടുത്തോട്ട് വിളിച്ചിരുത്തിയിട്ട് പിടിച്ചോളൂ അവർ. എന്നിട്ട് ഓടിക്കാണ്ട് ഒരു കാര്യം പറഞ്ഞേ, അവളുടെ ഒപ്പം നിനക്ക് കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ എന്തിനാ മറ്റുള്ള സിനിമയിൽ നീ അവൾക്ക് വേണ്ടി വഴക്കിടുന്നത്? ഒന്നുകിൽ ഇവിടുന്ന് ചോര വരും, ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പറ്റിയിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കും. നിന്റെ കൊച്ചു പ്രായം തൊട്ട് നിന്നെ വല്ലാണ്ട് കഷ്ടപ്പെട്ടാ ഞങ്ങൾ വളർത്തിയെടുത്തേ, അറിയാവോ? അതെ മേ, അതൊക്കെ ഒരു കഥയല്ലേ. ഡൂപ്പെന്ന് വെച്ചാൽ ഒരു വട്ടത്തിന് സാരമില്ല, പക്ഷെ എന്തിനാ പിന്നെ അത് തന്നെ ചെയ്യുന്ന നീ? ശരി അമ്മ, എന്നോട് ക്ഷമിക്കേ. ഞാൻ അടുത്ത വട്ടം കല്യാണം വെക്കുന്നല്ല, മറ്റെല്ലാ സീനും ഞാൻ വെച്ചോളാം ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാ സിനിമയിലും കല്യാണം നടക്കുന്നുള്ളത് സത്യമായിരിക്കാം. ഒരുപക്ഷെ ആ ഫോട്ടോ അങ്ങനെയുള്ളതായിരിക്കാം. പക്ഷേ താങ്കൾ അയോധ്യയിലേക്ക് പോയി ശ്രീരാമനെ ദർശനം ചെയ്തിട്ട് വരുമ്പോൾ ഇതുപോലെ ആരെങ്കിലും താങ്കളോടൊപ്പം ഉണ്ടെങ്കിൽ? കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ഈ സിനിമ ഹീറോയിൻ്റെ ഒപ്പം ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഹീറോയിൻ്റെ ഒപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഷോയ്ക്ക് പോവുകയാണെങ്കിൽ, അതെങ്ങാനും വഴിപാട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ ആ വഴിയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാനും കൂടെ വന്ന് ദർശിച്ചോട്ടെ എന്നും. അല്ല, അപ്പച്ചെന്ന് ഞാൻ എങ്ങനെ പറയാനാണ്? രാമനെ ഞാൻ തരിച്ചു പോയി ദർശിച്ചോളാം, നിങ്ങളൊന്നും വേണ്ടെന്ന്. ഞങ്ങൾ ഒരുമിച്ച് പോവും. ഈ മറ്റേ ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ശരിക്കും ചേർന്ന് പോകുന്ന പോലെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. താങ്കൾ അത്രയ്ക്ക് സത്യസന്ധനൊന്നുമല്ല. ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ അറിയാനിടയായി.
റാം ഭദ്രാചാരി അദ്ദേഹം ഒരു സന്യാസിയാണ്, ഒരു സാധു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി താങ്കൾ പോയ സമയത്ത് അദ്ദേഹം താങ്കളോട് ചോദിച്ചു അമ്രാപാലി താങ്കളുടെ സഹോദരിയാണോ എന്ന്. സത്യമാണോ അത്? അതിന് താങ്കൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ലല്ല, ഇപ്പൊ എന്റെ ഭാര്യയായി കഴിഞ്ഞു എന്ന്. പറയാം, പക്ഷെ അതിനുമുമ്പ് ഒരുപാട് പ്രശ്നമുണ്ട്. ബാബേനെ കാണാനായിട്ട്, ബാബേനെ ദർശിക്കാനായിട്ട്, ബാബ പിന്നെ ഞാനിങ്ങോട്ട് പോയതിനു ശേഷം വാ നിരോ വാ വാ വാ, നിനക്ക് സുഖമല്ലേ മക്കളെ? ഞാൻ പോയതും കാലെ തൊട്ട് വന്ദിച്ചിട്ട് ബാബ എൻ്റെ അടുത്തപ്പോ ഇത് നിന്റെ അനിയത്തിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ബാബയുടെ അടുത്ത് കളിച്ചു, അല്ല ഇതെന്റെ അനിയത്തിയല്ല, ഇതെന്റെ ഭാര്യയാണെന്ന് ഞാനും പറഞ്ഞു. ഒരുപക്ഷെ അവരെന്റെ ഗുരുവാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ശരിക്കും അറിയാൻ പറ്റും. അദ്ദേഹം ഇതാണ് പറഞ്ഞത്, ഞാൻ രാമനെയും ശരിക്കും കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ 35 സിനിമയില് എന്റെ ഭാര്യ അഭിനയിച്ചത് നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലേ? ഈ ഒരു സിനിമയില് എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചത് നിങ്ങൾ ഇതുവരെ കണ്ടു കാണത്തില്ല. അപ്പൊ ഞാൻ എന്റെ അനിയത്തിയാന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കളിപ്പിച്ചോണ്ടിരുന്നു. നമ്മുടെ ജഡ്ജിക്ക് താങ്കളോട് എന്തോ ചോദിക്കണോ? ധാരാളമായിട്ടും. ഇവിടെ നോക്കിയാൽ പാട്ടിനെയും സംഗീതത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ താങ്കളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഏത് പാട്ട് മൂലമാണോ താങ്കൾക്ക് പെരുമയുണ്ടായത് അത് നിങ്ങൾ പാടിയിരിക്കുന്നു. പക്ഷേ ശിവരാത്രി സമയത്ത് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ കുട്ടികൾ സ്റ്റേജിൽ വളരെയധികം പാടിയിട്ടുണ്ട്. അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ പാടണം. ഈ പാട്ട് ഞാൻ ആ സമയത്ത് പാടിയതാണ്. इलाहाबाद से मैं हमार पतो कैले बा, अजब से आइल बाई घरवा में कोह कैले बा. സോ അതിനുള്ളൊരു ഉത്തരവുണ്ട്. कि एही तरह पेच हमार धैले रहलू तू, उहे करेले पतोहिया जवन कैले रहलू तू. സോ ഇത് ആ സമയത്താണ്. ഇപ്പം ഞാൻ ഗ്രാമത്തിലോട്ട് പോയാലും അമ്മമാരെയോ കൊച്ചുങ്ങളെയോ അല്ലെങ്കിൽ സഹോദരിമാരെ നോക്കുന്ന സമയത്ത് അവർ പറയുന്നത് പഠിച്ച പെണ്ണുങ്ങൾ വേണ്ടെന്നൊക്കെ. ഇതിനു മുമ്പ് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കത്തില്ല, അവർ ശരിയായിരിക്കത്തില്ല, പ്രശ്നമായിരിക്കും എന്നൊക്കെ. പഠിച്ച പെണ്ണുങ്ങൾ അവർക്ക് എല്ലാവർക്കും വെറുപ്പായിരിക്കും. ആർക്കാ വെറുപ്പെന്ന് വെച്ചാൽ അമ്മായിയമ്മയ്ക്ക്. പക്ഷേ ഇന്ന് അതേ ജനങ്ങളുടെ ചിന്താഗതി മാറി. മഹിളാ ഇലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ कि बेटा के जैसे पतोहियों के पढ़ावल जाई हो, बेटा के जैसे पतोहियों के पढ़ावल जाई हो, अब तो लोकसभा पतोहियों के लड़ावल जाई हो. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ജഡ്ജി മാഡത്തിനോട് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. മാലിന്യാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം ഭോജ്പൂരി ഇൻഡസ്ട്രിയിൽ വളരെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഛഠ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയ വളരെ നന്നായിരിക്കും. ജഡ്ജി മാഡം, ഇത് ജനങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് താങ്കൾ ഒരു പാട്ട് പാടണം. ഛട്ടിന്റെ പാട്ടുകൾ പാടാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പാടണം. ആ അമ്മയെ വണങ്ങിയിട്ട്. പക്ഷേ അതിനു മുമ്പൊരു കാര്യമുണ്ട്. നമ്മുടെ അമ്മയുടെ ഒരു വലിയ ഭക്തയുണ്ടായിരുന്നു, സ്വർഗീയ ശാരദ അവർകൾ. അവരിപ്പോ ഈ ലോകത്തില്ല, എന്നാലും ഞാൻ അവരെ സ്മരിക്കുന്നു. പിന്നെ അവരോട് ആത്മാവിന് ശാന്തി ലഭിക്കണം. ചോദിച്ചോളൂ. हरि का चही बांस के बहंगिया, बहंगी लचकत जाए, बहंगी लचकत जाए. हरि का चही बांस के बहंगिया, बहंगी लचकत जाए, बहंगी लचकत जाए. अरे होई ना बलम जी का गरिया, अरे होई ना बलम जी का गरिया, बहंगी घाटे पहुँचाए, बहंगी घाटे पहुँचाए. तू हरी जे बानी छठी मैया, अरे तू हरी जे पानी छठी मैया, बहंगी ऊन पाके जाए, बहंगी घाटे पहुँचाए, बहंगी लचकत जाए.
എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ ഇത്രയും മനോഹരമായ ഒരു പാട്ട് കേട്ടതിന് ശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുത്താൽ എന്താണെന്നാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നിർവ്വഹയോടെയുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഇന്ത്യയില് എന്തോരം വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് ഇരുന്നാലും രാഷ്ട്രീയത്തിലുണ്ടായാലും എല്ലാരും ഇവിടെ വന്നിട്ട് പോയതായിരിക്കും. പിന്നെ സാർ എനിക്ക് ഈ ഭാഗ്യം തന്നെങ്കിൽ ഞാൻ എന്തെന്നാ പറയണ്ടേ? ഇതിനേക്കാൾ ഒരു വലിയ ഭാഗ്യം എന്താണ് സാർ ഉള്ളത്? ഛഠ് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അതിഥി ഭോജ്പുരി ഭാഷയിലെ വലിയൊരു സ്റ്റാറാണ്. ഭോജ്പുരി ഫിലിംസിന്റെ സൂപ്പർ സ്റ്റാറായ നിരവ്വ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭോജ്പുരി ഫിലിമിന്റെ സൂപ്പർ സ്റ്റാറായ ദിനേശ് ലാൽ യാദവ് നിരവ്വയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം രാഷ്ട്രീയത്തിന് ഇദ്ദേഹം അനുയോജ്യനായ ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ്. താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് ആദ്യം കടക്കുമ്പോൾ അമിതാഭ് ബച്ചൻ താങ്കളോട് പറഞ്ഞിരുന്നു. കാരണം രാഷ്ട്രീയത്തിൽ അദ്ദേഹം കുറെ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ വഴി തിരഞ്ഞെടുക്കാൻ പാടില്ലെന്ന് താങ്കളോട് പറഞ്ഞു. പക്ഷെ താങ്കൾ അത് കേട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സാർ. പക്ഷേ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇക്കാര്യമൊക്കെ ആലോചിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഒരു സെലിബ്രിറ്റി ഞാൻ അവർക്ക് വല്ലാത്ത രീതിക്കൊരു റെസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര സൗകര്യത്തിലായിരിക്കും, രാജാവിനെ പോലെ ആയിരിക്കും ജീവിക്കുന്നത്. പിന്നെ പോളിറ്റിക്സിലോട്ട് പോയാൽ നിങ്ങൾ താഴെ തറയിലൊക്കെ നടന്നേ പറ്റൂ, ജനങ്ങൾക്കിടയിൽ പോയി പണിയെടുക്കണം. ഒരുപക്ഷെ അദ്ദേഹം അതുകൊണ്ടായിരിക്കും വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ തോട്ട് വേറെയാണ് സാർ. സാർ, എനിക്കറിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഒരാൾ ഫിറ്റ് എന്ന് തോന്നുവാണെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കും സാർ. അതിനെന്താണ് കാരണം? അതിന് ഇത് തന്നെയാണ് കാരണം. എന്നോട് സ്നേഹമുള്ളവര്, എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവര്, എന്നെ ആശീർവദിക്കുന്നവര് എല്ലാ ഭാഷകളിലും ഉണ്ട്, എല്ലാ ജാതികളിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. സോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ് ആവശ്യം. പിന്നെ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുകൊണ്ടാണ് മോദിജിക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതൊന്നും നോക്കത്തില്ല. നിങ്ങളുടെ ഭാഷ എന്താണ്, നിങ്ങളുടെ മതം എന്താണ്, നിങ്ങളുടെ ജാതി എന്താണ്, നിങ്ങളുടെ പാർട്ടി എന്താണ്, നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. ഒരിക്കലും നോക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ പണിയെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ വീട് കിട്ടും. അതിനുള്ള ഡോക്യുമെന്റ് മാത്രം കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ മതി. ഒരുപക്ഷെ നിങ്ങൾക്ക് റേഷൻ വേണമെങ്കിൽ കിട്ടും, ആയുഷ്മാന്റെ കാർഡ് വേണമെങ്കിൽ അതും കൂടെ കിട്ടും. കാരണം നിങ്ങൾ ഇന്ത്യയിൽ ഒരു പൗരനാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് എല്ലാവർക്കും കിട്ടും. നിങ്ങൾക്ക് ലാഭം കിട്ടും സാർ. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നത് സാർ. മോദിയോടൊപ്പം താങ്കൾ ഇപ്പോഴാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അഡ്മിയറായി മാറിയിരിക്കുന്നു. ഒരു സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ മേത്ത് ആക്രമണം ചെയ്തപ്പോ അത് കണ്ട് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. ആ സമയത്ത് ഞാൻ ഒരു പാട്ട് പാടിയതാ. कि अब ना छोड़िया पाकिस्तान के सबक सिखादा मोदी जी, अब ना छोड़िया पाकिस्तान के सबक सिखादा मोदी जी, सूतल जब ले शेर रहे तब तक गीदड़ ललकारे, लाखों गीदड़ भागे ले जब शेर झपट्टा मारे. तो पाकिस्तान के अब वो करे औकात बता दा मोदी जी. അതിനുശേഷമാണ് സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. അപ്പൊ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പാടിയ പാട്ടൊക്കെ അവർ കേൾക്കുന്നുണ്ട്, അത് അവരുടെ കാതിലോട്ട് എത്തുന്നുണ്ടെന്ന് വിചാരിച്ചു. താങ്കളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുകയാണ് സൈക്കിൾ നോട്ട് ചെയ്യണമെന്ന്. ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്തല്ലേ സാർ പറ്റൂ. പിന്നെ അവരെ സപ്പോർട്ടും കൂടെ ചെയ്യണം. എപ്പോഴാണോ മുലായം സിംഗ് യാദവ് സേഫ്റ്റിയിൽ മിനിസ്റ്ററായിട്ട് ഇരുന്ന സമയത്ത്, ആ സമയത്ത് അദ്ദേഹം ഒരു വലിയ റൂൾ ഇട്ടായിരുന്നു. വെറും തൊപ്പിയോ അല്ലെങ്കിൽ ബെൽറ്റും മാത്രം ജീവൻ ത്യാഗം ചെയ്ത് ആരുടെ വീട്ടിലോട്ട് പോകത്തില്ല. അവരുടെ ശരീരവും അങ്ങോട്ട് പോയി ചേരും, അതിൻ്റെ ഒപ്പം പണവും കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റും. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായി. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ ആഹാ, അദ്ദേഹം എന്ത് നല്ല കാര്യമാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനായി. അതിനുശേഷം അഖിലേഷ് യാദവ് വന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു മാഫിയയ്ക്കും ടിക്കറ്റ് കൊടുക്കത്തില്ലെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് കാര്യം. ഇതുപോലെ തന്നെ ഒരു ലീഡർ വേണ്ടത്. അദ്ദേഹം ഒരു മാഫിയയ്ക്ക് ടിക്കറ്റ് തരാൻ പറ്റുന്നത് മുഖത്തടിച്ച പോലെയാണ് പറഞ്ഞത്. പക്ഷെ തോറ്റതിന് ശേഷം അദ്ദേഹം മാഫിയസിന്റെ ഒപ്പം തന്നെ പോയി ചേർന്ന്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ബുൾഡോസർ ബാബ ഇപ്പൊ വന്നേ പറ്റൂന്ന്. താങ്കളുടെ സിനിമകളിൽ ധാരാളം ബുൾഡോസർ സീനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ബുൾഡോസറിനെ കുറിച്ചൊരു പാട്ടും എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ആ സമയം ഞാൻ അഖിലേഷ് യാദവിന് ഞാൻ ഫാൻ ആയതാണ്. അദ്ദേഹം മാഫിയയ്ക്ക് ടിക്കറ്റ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ സമയത്ത്. പക്ഷെ അദ്ദേഹം
എപ്പോഴാണോ മാഫിയ ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആരംഭിച്ചത്, എല്ലാരും എൻകറേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുൾഡോസർ ബാബേനെ വിളിച്ചേ പറ്റൂ, അപ്പൊ ഞാൻ പാട്ട് പാടിയേ പറ്റൂ, അപ്പൊ ഞാൻ ഈ പാട്ടും പാടിയിരുന്നു. घुस जाला बिलिया में सांप बिच्छू गोजर, चलेला जब चाप के बाबा का बुलडोजर, चलेला जब चाप के. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? നിങ്ങളുടെ ഈ പാട്ട് പോപ്പുലറൊപ്പം വലിയ ഹിറ്റായല്ലോ. യോഗി വരും, യോഗിജി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു തവണ ഈ പാട്ട് പാടിയ ഞങ്ങൾ വളരെ ഹാപ്പിയാവും. തീർച്ചയായിട്ടും. चाहे जितना जोर लगा लो, चाहे जितना शोर मचा लो, जीतेगी बीजेपी, आएंगे फिर योगी, आएंगे फिर योगी. ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടുന്നത് ഒരു ഫിലിം സ്റ്റാർ ആയിട്ടാണ്, ഭോജ്പുരി ഫിലിം സ്റ്റാർ, ഒരു സിംഗറായിട്ട്, ഒരു റൈറ്ററായിട്ട്. ആ ജോലി വിട്ടിട്ട് താങ്കൾ രാഷ്ട്രീയത്തിൽ ജോലി ചെയ്യുന്നു. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ എങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദംകാട്ടിൽ ഷൂട്ടിംഗ് ചെയ്യുക. പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എവിടെയാണോ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ തന്നെ കമ്പ്യൂട്ടർ ഇടും, അവിടെ തന്നെ ഓഫീസ് അവർ വെക്കും. പിന്നെ ആർക്കെങ്കിലും ഒരു പണി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ ലെറ്ററും ടൈപ്പ് ചെയ്ത് മോദിജിക്ക് അയക്കണമെങ്കിൽ മോദിജിക്ക്, യോഗിജിക്ക് അയക്കണമെങ്കിൽ യോഗിജിക്ക്, എവിടെ പണിയുണ്ടോ അവിടെ പോയി പണിയെടുക്കും. അല്ലാണ്ട് ഞങ്ങൾ ആ പണിയൊന്നും ഇട്ടിട്ട് ഞങ്ങളുടെ മറ്റുള്ള പണി നിർത്തിയെന്നല്ല, ജനങ്ങളുടെ പണി നിർത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നോക്കൂ, ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ कि सपने नहीं सच में हकीकत बुनते हैं, इसीलिए तो सब मोदी को चुनते हैं. ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും സ്വപ്നം നമ്മുടെ നാട് വളർച്ച അടയണമെന്ന് വെച്ചാൽ, അപ്പൊ ഈ സ്വപ്നം സഫലമാകാൻ വേണ്ടി മോദിജി സാറ് രാത്രിയും പകലും നോക്കണ്ട പണിയെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ആയ സമയം അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കണം, അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. ഒരാൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ആക്ടർ മാത്രമല്ല, ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. ഒപ്പം ആസംഗഡ് ഇലക്ഷനിലും വിജയിച്ചു. ഇത്തവണ ഒരു കുറവുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ഈ കുറവ് ഇല്ലാതെയാവാൻ നിങ്ങൾ എങ്ങനത്തെ ഏർപ്പാടുകളാണ് ചെയ്തിരിക്കുന്നത്? ഇതുപോലത്തെ ഏർപ്പാടിന് വേണ്ടിയാണ് ഞാൻ എന്താ ഈ ആപ്കെ അദാലത്തിലൊക്കെ വന്നേക്കുന്നത്. ഇതിനേക്കാൾ ഒരു വലിയ അച്ചീവ്മെന്റ് എന്താണ് ശരി? അതായത് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയില് എന്തോ ഒരു സെലിബ്രിറ്റീസ് ഉണ്ടോ, വലിയ ആൾക്കാരുണ്ടോ, തലവന്മാരുണ്ടോ, എല്ലാവരും ഇവിടെ വന്നിട്ട് പോയതായിരിക്കും. പിന്നെ സാർ എനിക്ക് ഈ ഭാഗ്യം തന്നെങ്കിൽ ഞാൻ എന്തെന്നാ പറയണ്ടേ? ഇതിനേക്കാൾ ഒരു വലിയ ഭാഗ്യം എന്താണ് സാർ ഉള്ളത്? ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ മാലിനി അവസ്ഥയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ഛഠ് പൂജ നടക്കുന്ന ഈ സമയത്ത് ഇന്നത്തെ ഈ സ്പെഷ്യൽ ഷോയിൽ നമ്മൾ ഫിലിം സ്റ്റാർ നിറവയോടാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, ഭോജ്പുരി ഫിലിമിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, പിന്നെ അദ്ദേഹത്തിന്റെ ചില ശീലങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ പ്രശസ്ത ഗായകി മാലിനി അവസ്ഥയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ദിനേശ് ലാൽ യാദവ് നിരോവ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. കുറ്റങ്ങളെയെല്ലാം എതിർത്തിരിക്കുന്നു. പിന്നെ നീതിപീഠം ഇത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സമാധാനത്തോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടുണ്ട്. ഒന്നും തിരസ്കരിച്ചിട്ടില്ല. ചോദ്യം എത്ര വലിയ കഷ്ടമായിരുന്നാലും ഒരു തരത്തിൽ ദിനേശ് യാദവിന്റെ കഥ കേൾക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലുള്ള പയ്യൻ അദ്ദേഹത്തിന്റെ സ്വപ്നം നിറവേറ്റുന്നത്, പിന്നത് നിറവേറ്റാനായി പോരാടുന്ന കഥകൾ. ഞാൻ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു എന്റർടൈനർ ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾ പാടുന്നതും മൂവ് ചെയ്യുന്നതും ജനങ്ങളുടെ നേരം പോക്കിനു വേണ്ടിയാണ്. ഡബിൾ മീനിങ് ഡയലോഗ്സ്, പിന്നെ വൾഗാരിറ്റിയെപ്പറ്റിയും നിങ്ങൾ വളരെ കൗശലമായിട്ട് സംസാരിച്ചു. പിന്നെ നിങ്ങൾ ഒരു വിധത്തിൽ ഈ ഡയറക്ടേഴ്സിനെയും ഓഡിയൻസിനെയും പറ്റി, ഇവരെല്ലാരെയും പറ്റി വളരെ നന്നായിട്ട് സംസാരിച്ചു. പിന്നെ ഞാൻ ഇക്കാര്യത്തിൽ എന്റെ കാഴ്ചപ്പാടിൽ പറയാൻ പോകുന്നത്, ഇപ്പോഴത്തെ ഹിന്ദി മൂവീസിലെ റാപ്പ് സോങ്ങുകളിൽ നമ്മുടെ ഭാഷയ്ക്ക് മൊഴിമാറ്റം ചെയ്താൽ കേൾക്കാനേ പറ്റില്ല. എന്നാലും ഈ നീതിപീഠം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരാർട്ടിസ്റ്റ് എപ്പോഴും ഇക്കാര്യം ഓർമ്മയിൽ വെച്ചിരിക്കണം. ഒരു നേരം പോക്കുന്ന രീതിയിലല്ലാതെ
ഒരു പാട്ടുകാരനോ ഒരു ആർട്ടിസ്റ്റിനോ ഈ സമുദായത്തിൽ അവർക്കൊരു കടമ നിർവഹിക്കാനുണ്ട്, പ്രധാനമായിട്ടും നിങ്ങളെപ്പോലെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾക്ക്. നീതിപീഠം ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ദിനേശ് യാദവ് നിരോവ അദ്ദേഹത്തെ നല്ല നേരം പോക്കുകൾ കൊടുത്തിട്ടിരിക്കണം. രാഷ്ട്രീയത്തിൽ ജയം തോൽവികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ശരിയായ സ്ഥലത്ത് പ്രവർത്തിക്കുക. ഈ നീതിപീഠം താങ്കളെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.